ഒരാൾക്കൊരു ബലാഹ് ബാധിക്കുന്നില്ല തിന്മ കൊണ്ടല്ലാതെ, ആ ബലാഹ് നീങ്ങുന്നില്ല തൗബ കൊണ്ടല്ലാതെ. അതായത് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, ഞെരുക്കങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം അധികവും തിന്മകളായിരിക്കും. ചിലപ്പോൾ ഒരടിമയുടെ ദറജ ഉയർത്താനുള്ള പരീക്ഷണമായിട്ട് വരും. പക്ഷെ അത് വന്നാൽ തന്നെയും അവനതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല, അവൻ അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള മാർഗമായിട്ടാണ് തോന്നുക. പക്ഷെ അതല്ലാതെ വരുന്ന പല ബലാഹുകളുടെയും കാരണം തിന്മകളാണ്. പക്ഷെ നമുക്ക് അറിയുന്നുണ്ടാവില്ല അത് ഈ ഇന്ന തിന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തിന്മയാണെന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്, ഒരടിമയ്ക്ക് നിഅമത്ത് കൊണ്ടുള്ള അവസ്ഥ അത് അള്ളാഹു മാറ്റുക അവന്റെ ഭാഗത്ത് നിന്ന് തിന്മയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു തആല പറഞ്ഞു, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. അള്ളാഹു ഒരു ഖൗമിന്റെ മേലെ ചൊരിഞ്ഞിട്ടുള്ള നിഅമത്തുകളെ അള്ളാഹു മാറ്റുന്നവനല്ല. ഏതുവരെ? അവരവരുടെ സ്വന്തത്തിൽ മാറ്റം വരുത്തുന്നത് വരെ. അവരവരുടെ സ്വന്തത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന അവസ്ഥയുണ്ടായോ, അവരുടെ മേലുള്ള നിഅമത്തും അള്ളാഹു നീക്കും. ഏതൊരു തിന്മയാണ് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ടല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കാണുന്നുണ്ടെങ്കിൽ കാഴ്ച എന്നുള്ള നിഅമത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഹറാമ് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾവി എന്നുള്ള നിഅമത്ത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ഹറാമ് തൊടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പ്രവർത്തിക്കുന്നതുകൊണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയും, ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കും നമ്മുടെ കൈ മുന്തുന്നില്ല. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള സ്ട്രോക്കോ അല്ലെങ്കിൽ വാദമോ അങ്ങനെ പലതും പറഞ്ഞിട്ട് ശരീരം ചലിപ്പിക്കാൻ പറ്റാത്ത, അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷെ കയ്യോ കാലോ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ്? നമ്മൾ നിഅമത്തുകൾ കൊണ്ടാ ചെയ്യുന്നത്. ആ നിഅമത്ത് നൽകിയവന് അതുകൊണ്ട് നന്ദി കേട് കാണിക്കുമ്പോ, തിന്മ ചെയ്യുമ്പോ അതില്ലാതാക്കാൻ എളുപ്പമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രീതിയാണ്, ഒരടിമ തിന്മയിൽ മുഴുകുമ്പോൾ, ഒരു സമൂഹം തിന്മയിലായി കഴിഞ്ഞാൽ അവരുടെ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയും. ഇബ്നുൽ ഖയ്യിം പറയുന്നു, ഫഅഖ്ബറ അല്ലാഹു തആല അന്നഹു ലാ യുഗയ്യിറു നിഅമതഹു അല്ലതി അൻഅമ ബിഹാ അലാ അഹദിൻ ഹത്താ യകൂന ഹുവല്ലദീ യുഗയ്യിറു മാ ബിനഫ്സി. ഒരാൾ അവന്റെ സ്വന്തത്തിൽ മാറ്റം വരുത്തിയാലല്ലാതെ അള്ളാഹു അവന്റെ മേലെയുള്ള നിഅമത്തുകൾ മാറ്റില്ല. അഥവാ അവൻ തിന്മയിൽ ചെന്ന് ചാടിയാൽ, ഫയുഗയ്യിറു തആഅത അല്ലാഹി ബിമഅസിയതിഹി, അവൻ അള്ളാഹുവിനുള്ള അനുസരണം അവൻ തിന്മയാക്കുകയാണെങ്കിൽ, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പകരം തിന്മ ചെയ്യുകയാണെങ്കിൽ, വശുക്റഹു ബികുഫ്രിഹി, നന്ദി കാണിക്കുന്നതിന് പകരം നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, വഅസ്ബാബ റിളാഹു ബിഅസ്ബാബി സഖതിഹി, അള്ളാഹുവിന്റെ തൃപ്തി നേടേണ്ട കാരണങ്ങൾ മാറ്റി അള്ളാഹുവിന്റെ കോപം നേടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫൈദാ ഗയ്യറ ഗുയ്യിറ അലൈഹി, അവൻ ഇതെല്ലാം ഈ തരത്തിൽ മാറ്റിയാൽ അവന്റെ മേലെയുള്ള നിഅമത്തുകൾ മാറ്റപ്പെടും. ജസാഅൻ വിഫാഖ, യോജിച്ച പ്രതിഫലമാണത്. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു എന്തിയില്ല, അടിമകളോട് ദുൽമ് ചെയ്യുന്നവനല്ല. അതുപോലെ തന്നെ മറ്റായത്തിലും കാണാം, സൂറത്തുർ റഅദിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, ഒരു സമൂഹത്തെ അള്ളാഹു മാറ്റുകയില്ല അവരവരുടെ സ്വന്തത്തിലുള്ളത് മാറ്റിയാലല്ലാതെ. പല ആളുകളും, ദായിമാര് പോലും ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നിടത്ത് വലിയൊരു അബദ്ധം പറയാറുണ്ട്. അവർ പറയാറുള്ളത്, ഒരാൾ സ്വയം മാറാൻ തീരുമാനിച്ചാലേ അള്ളാഹു അവരെ മാറ്റുകയുള്ളൂ. അതല്ല, ഈ പറഞ്ഞ 2 ആയത്തുകളുടെയും ഉദ്ദേശം അതല്ല. ഇവിടെ ഉദ്ദേശം, ഒരാൾ തിന്മയിൽ മുഴുകിയാൽ അള്ളാഹു അവന്റെ മേലുള്ള നിഅമത്തുകൾ മാറ്റുമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ബാഹ്യമായ അർത്ഥം കൊണ്ട് പല ആളുകളും, പല ദായിമാര് പോലും ഇതിന്റെ അർത്ഥം ഈ ഒരു രീതിയിൽ പറയുന്നത് കാണാം. പക്ഷെ ഈ ആയത്തിന്റെ തഫ്സീറോ അല്ലെങ്കിൽ അതിന്റെ ആശയമോ അവര് പറഞ്ഞ രീതിയിലല്ല. ഒരാൾ സ്വന്തത്തിൽ മാറിയാലേ അള്ളാഹു മാറ്റുള്ളൂ എന്നുള്ളതല്ല. ഇവിടെ ഉദ്ദേശം, സ്വന്തത്തിൽ ഒരാൾ തിന്മയിൽ മുഴുകിയാൽ അവന്റെ മേലെയുള്ള നിഅമത്തുകൾ അള്ളാഹു മാറ്റും എന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥം. ചുരുക്കത്തിൽ, നിഅമത്തുകൾ നീങ്ങിപ്പോകാൻ തിന്മകൾ കാരണമാകും. അതിന് പകരമായി നമ്മുടെ ജീവിതത്തിൽ ശിക്ഷകളും അതിന്റെ ബുദ്ധിമുട്ടുകളുമായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരാം. ഇതെല്ലാം കേൾക്കുന്ന ഒരാൾ, ചിന്തിക്കുന്ന ഒരാൾ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനും അത് ഒഴിവാക്കാനും അവൻ തയ്യാറാകും.